ഇറാനിലേക്ക് ആക്രമണം നടത്തിയെന്ന ഇസ്രയേലിന്റെ പ്രധാനമായ ഒരു പ്രഖ്യാപനം വരികയാണ്. പിന്നാലെ രാജ്യമെങ്ങും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്നും വലിയ തോതിൽ പുകയുയർന്നുവെന്നും രാജ്യാന്തര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിൽ 3 തവണ സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. മിസൈൽ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. മധ്യ ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും ജംഹൌരി ഡിസ്ട്രിക്റ്റിനും സമീപത്തായാണ് മിസൈലുകൾ പതിച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനും സ്ഫോടനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇതേസമയം തന്നെ ഇസ്രായേലിൽ പലയിടത്തും സൈറൺ മുഴങ്ങിയെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി ചെയ്തതാണ് ഇതെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ അറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ആണവ ചർച്ചകളുടെ വിഷയത്തിൽ ഇറാന്റെ കാര്യത്തിൽ താൻ സന്തുഷ്ടനല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചു. ഇറാനെ ആക്രമിക്കണമോ എന്ന കാര്യത്തിൽ താൻ തീരുമാനമെടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. അർത്ഥവത്തായ ഒരു ധാരണയിലെത്താനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും സമാധാനപരമായ മാർഗത്തിലൂടെ അത് നേടണമെന്നുമാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഇറാനുമായി ധാരണയിലെത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ഇറാനെതിരെ വലിയൊരു തീരുമാനമെടുക്കേണ്ടി വന്നേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ജനീവയിൽ നടന്ന 3ാം ഘട്ട ആണവ ചർച്ചയിലും അമേരിക്കയും ഇറാനും കരാറിൽ ധാരണയിലെത്തിയിട്ടില്ല. ഇസ്രയേലിലെ അമേരിക്കൻ എംബസിയിലെ അവശ്യ സേവന വിഭാഗത്തിൻ്റെതൊഴികെയുള്ള ജീവനക്കാരോട് രാജ്യം വിടാൻ അമേരിക്ക നിർദ്ദേശം നൽകി കഴിഞ്ഞു. യുദ്ധം ആസന്നമാണെന്ന സൂചനയിൽ നിരവധി രാജ്യങ്ങൾ ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബ്രിട്ടൻ ടെഹ്റാൻ എംബസിയിൽ നിന്നും ജീവനക്കാരെ പിൻവലിച്ചു. ചൈനയും ഇന്ത്യയും കാനഡയും തങ്ങളുടെ പൗരന്മാരോട് ഉടനടി ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും പൗരന്മാരോട് അത്യാവശ്യമെങ്കിൽ മാത്രമേ ഇറാനിലേക്ക് പോകാവൂ എന്ന് അറിയിപ്പും നൽകിയിട്ടുണ്ട്. 4ാം ഘട്ട ആണവ ചർച്ച തിങ്കളാഴ്ച ആസ്ട്രിയൻ തലസ്ഥാനമായ വിയറ്റ്നയിൽ നടക്കാനിരിക്കുകയാണ്.